കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇപ്പോൾ സമയം 8:45 കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത്. കാശിക്കുട്ടന് ചെറിയ ജലദോഷമൊക്കെ ആയിട്ട് മൂക്കടപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം രാവിലെ ചെറിയ ജലദോഷം പോലെ ഉള്ളായിരുന്നു. എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വഴക്കായിരുന്നു, നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ തട്ടിക്കൂട്ടിയാണ് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ വെച്ചത്. ഇന്ന് കറി വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു രസം വെച്ചു. ചക്കക്കുരു മെഴുക്കുവരട്ടിക്ക് കുറച്ച് ചക്കക്കുരു എടുത്ത് ചിരണ്ടി നേരത്തെ വൈകിട്ടേ വെച്ചിരുന്നു. ആ ചക്കക്കുരു എടുത്ത് മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ ഉണക്കമീനും വറുത്ത് കേട്ടോ. അതായിരുന്നു ഇന്നത്തെ കറി. പിന്നെ നാരങ്ങ അച്ചാർ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് അച്ചാർ തന്നു വിട്ടായിരുന്നു. അപ്പോൾ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചേട്ടായി കഴിക്കാൻ വന്നില്ല. ഞങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളായിരുന്നു. അപ്പം അത് കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ചേട്ടായി ഇപ്പം വരുമ്പോഴത്തേക്ക് എന്നോട് വിളിച്ച് ചോദിച്ചു കറിയൊക്കെ എന്നാ അപ്പം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ചക്കക്കുരു മെഴുക്കുവരട്ടിയുണ്ട്, രസമുണ്ട്, ഉണക്കമീൻ വറുത്തതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു മുളക് അരയ്ക്കാമോ എന്ന് ചോദിച്ചു. മുളക് അരയ്ക്കാമെന്ന് വെച്ചാൽ വറ്റൽമുളകും ചുവന്നുള്ളി ഇഞ്ചിയും പുളിയൊക്കെ വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കത്തില്ലേ, അതിനാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ചമ്മന്തി അരച്ച് കൊടുക്കാമെങ്കിൽ വയറ് നിറച്ച് ചോറ് കഴിച്ചോളൂ. അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അരയ്ക്കുന്നത്. അപ്പം ഞാനത് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോഴത്തേക്ക് കാശിക്കുട്ടൻ കുറുമ്പൻ ഉറങ്ങിക്കിടക്കുകയാണ്. നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അന്ന് ദേഹത്തൊക്കെ ചുറുങ്ങി തടിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ കൊതുകിൻ്റെ ആണെന്ന് പറഞ്ഞു. പിന്നെ പൊടിയിലിറങ്ങുന്നതിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കൊതുകുവലയൊക്കെ അടിച്ചിട്ടിട്ടാണ് കേട്ടോ കിടത്തിയേക്കുന്നത്. അപ്പോൾ ഉറക്കമാണ്. അപ്പോൾ ഉറങ്ങിയ നേരത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്കിനിയും ചമ്മന്തി അരയ്ക്കാം. ചുവന്നുള്ളിയാണ് ഇത് അരച്ച് കൊടുക്കാമെങ്കിൽ ചേട്ടായി വയറ് നിറച്ച് ചോറ് കഴിച്ചോളും. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അരയ്ക്കുന്നത്. അതുകൊണ്ട് കാശിക്കുട്ടന് ചോറ് കൊടുത്ത ഒരു പ്ലേറ്റും ചോറൊക്കെ കഴിപ്പിക്കാൻ ഇന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. ഭയങ്കര. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അമ്മയൊക്കെ കണ്ടിട്ട് ചോദിച്ചു കുഞ്ഞൊരുപാട് ക്ഷീണിച്ചല്ലോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അവന് ഈ ആഹാരം കഴിക്കാൻ 2-3 ദിവസം കൊണ്ട് ചെറിയൊരു നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ചോറ് കൊടുത്തതും പിന്നെ വൈകുന്നേരം ചായ ഇട്ട പാത്രം, പിന്നെ അത്രയും പാത്രം കഴുകാനുണ്ട് കേട്ടോ. അവന് പാല് കാച്ചി കൊടുത്തപ്പോഴത്തേക്ക് പാല് ഞാൻ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഒഴിച്ചിട്ട് സ്പൂണും കൊണ്ട് ഇങ്ങനെ ഇളക്കിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ 2-3 പാത്രം ഉണ്ട് കഴുകാൻ കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് അതിട്ട് കൊടുക്കണം.
കുഴഞ്ഞിരിക്കണം. ചിലരിത് പൊടിച്ചെടുക്കും കേട്ടോ. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. എനിക്ക് ഈ മുളക് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇച്ചിരി തേങ്ങയൊക്കെ വെച്ചിട്ട് അരയ്ക്കുന്ന ചമ്മന്തി ഇഷ്ടമാണ്. ഇതിനെക്കാട്ടിൽ എനിക്കിഷ്ടം അതാണ്. ചേട്ടായി ഇതുണ്ടെങ്കിൽ നിറയെ ചോറ് കഴിച്ചോളും. ഇത് നല്ലതാണ്. അപ്പോൾ ഇത് ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. പുളി പുളി ഇട്ട് പുളി എപ്പോൾ എടുത്താലും എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും കേട്ടോ. എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്. പുളി എടുക്കുമ്പോൾ എപ്പോൾ എടുത്താലും എൻ്റെ വായിൽ നിന്ന് വെള്ളം വരും. ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി അരഞ്ഞിട്ടുണ്ട്. ഏതൊരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുവാണ്. കൊള്ളാട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് കഴിക്കാമെന്നാണ് ചേട്ടായി പറയുന്നത്. ചേട്ടായി കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാറുണ്ട്, കഴിക്കാറില്ലെന്നല്ല, കഴിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊള്ളാവോ ഇല്ലയോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തിട്ട് പാത്രം കുറച്ച് കഴുകാനുണ്ട്. അപ്പോൾ കാശിക്കുട്ടനുണ്ടാകുന്നതിന് മുന്നേ എനിക്കതുകൂടെ കഴുകി വെക്കണം. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ.